6:30 സമയത്ത് വെട്ടാൻ പോയ ബംഗാളിയാണ് ഇത് കാണുന്നത്. ആദ്യം ബംഗാളികൾ കാണും. 7 ഈ കടുവ പെട്ടത് അറിയുന്നത്. അപ്പോൾ ഫോറസ്റ്റിൽ പറഞ്ഞില്ല ആൾക്കാർ വിളിച്ചിട്ടാണ് ഈ ഫോറസ്റ്റിൽ അറിയുന്നത്. ക്യാമറ വെച്ചാലോ അത് നോക്കാൻ അവിടെ പോയിട്ട് ആ പരിസരത്ത് പോയിട്ട് അവർ നോക്കണുള്ളൂ. കടുവനെ പിടിക്കണമെന്നുള്ള ആവശ്യം അവർക്കൊന്നുമില്ല. ജീവിക്കണ്ടേ ജീവിക്കാൻ വേണ്ടിയല്ല എല്ലാരും മരിച്ചേണ്ട പൈസ. ജീവിക്കുമ്പോഴല്ലേ മരിച്ചിട്ട് പൈസന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മളെ ഈ ഭീതി ഒന്നും മാറ്റി തരാം. ഒരേ സമയത്ത് തന്നെ 2-3 സ്ഥലത്ത് കാൽപ്പാട് കണ്ടതായിട്ടാണ്. ഒരേ സ്ഥലത്ത് തന്നെ, അതായത് 2-3 കിലോമീറ്റർ വ്യത്യാസത്തിലൊക്കെയാണ് ഒരേ സമയത്ത് തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ പല ഭാഗത്തുനിന്നും അത് പല വ്യത്യസ്തമായ വലുപ്പത്തിലൊക്കെയാണ് കാൽപ്പാടുകൾ കാണുന്നത്. ഇവിടുത്തെ തൊഴിലാളികൾ പ്രയാസത്തിലാണ്. പണിക്ക് പോകാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, ആളുകൾക്ക് സ്വതന്ത്രമായി ഭയമില്ലാതെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഈ കടുവ കുടുങ്ങിയത് എന്ന് പറയുന്നത്, ഈ ഒരു കടുവ കുടുങ്ങുന്നതോട് കൂടി മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും അതുപോലുള്ള 4-5 എണ്ണമുള്ള ഫുൾ ഫിറ്റ്നസ് ഇല്ല കടുവകൾ ഈ നാട്ടിൽ വിലസുന്നുണ്ട്. കുറച്ച് ഉറക്കം കിടത്തിയ സാധനമാണ്. കുറച്ച് ഉറക്കം കിടത്തി. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ വെട്ടി അവരുടെയൊക്കെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമസ്കാരം, ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ്. കരുവാരക്കുണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെയാണ് കഴിഞ്ഞ 2 മാസത്തെ ഒരു വലിയൊരു ദൗത്യം ഇവിടെ പൂർത്തിയായത്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ, അതായത് മെയ് 15-ാം തീയതിയാണ് അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്ന ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ ഒരു കടുവ അതിക്രൂരമായി കൊന്ന് തിന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഈ പ്രദേശത്ത് കാളികാവ് മുതൽ ഇങ്ങ് കരുവാരക്കുണ്ട് വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും കടുവയെ കാണുകയും പല സ്ഥലങ്ങളിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ ആടും പശുവൊക്കെ ഇങ്ങനെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പല സ്ഥലങ്ങളിലും കൂട് വെച്ചിരുന്നു. അങ്ങനെ കുംക്യാനെ അടക്കം കൊണ്ടുവന്നു. പക്ഷേ ഉപയോഗിക്കാനായിട്ടൊന്നും അവസരം കിട്ടിയില്ല. പക്ഷേ അങ്ങനെ നീണ്ട ഒരു 2 മാസത്തെ ദൗത്യം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ആ കടുവ കൂട്ടിൽ ചാടിയത്. വളരെ ദൈർഘ്യമേറിയ ഒരു ദൗത്യം തന്നെയായിരുന്നു. നമ്മളും അന്നത്തെ ആ ഒരു സംഭവം തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഈ ഒരു വിഷയം കവർ ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു കടുവയെ കൂട്ടിലകപ്പെട്ട രീതിയിൽ കിട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആ കടുവ കൂട്ടിൽ കയറിയ ആ ഒരു പ്രദേശത്താണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കയറിയത്. മാത്രമല്ല, ആ ഒരു കടുവയുടെ പ്രായം എന്ന് പറയുന്നത് ഒരു 14 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകടുവയാണ്. അവശ നിലയിലാണ്, അത്ര ഫിറ്റ്നസ്സൊന്നുമില്ല, പല്ലുകളും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ആ കടുവ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരനായിട്ടുള്ള ഇതിനു മുന്നേ നമ്മളിവിടെ വീഡിയോ ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന റഷീദ് ഖാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇക്കയോടെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത്. വലിയ ജനക്കൂട്ടമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ. ഇന്നലെ ഇവിടെ നടന്ന ആ ഒരു സംഭവങ്ങളുടെ വിഷ്വൽസ് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ ഇന്നലെ നടന്നത് എന്നുള്ളത്. വലിയ ജനക്കൂട്ടം തന്നെയായിരുന്നു ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നത്.
Received 300 on Google Pay for Business. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഏതായാലും നമുക്ക് റഷീദ് ഖാനോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. കഴിഞ്ഞ 2 മാസമായിട്ടില്ലേ ഉറക്കമൊക്കെ പോയി ഇരിക്കുവായിരുന്നു. പോയി ജനം നല്ല രീതിയിലായിരുന്നു. ജോലിക്ക് പോക്ക് പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാരഗിരി പ്ലംബിങ്ങിന്റെ വർക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ കൂടുതൽ ടാപ്പിംഗ് തൊഴിലാളികളാണ്. അത് രാവിലെ എഴുന്നേറ്റ് ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ. അതേമാതിരി പല ഇതിനും ജാതിക്ക് പൊറുക്കാനും പല ഇതിനൊക്കെ തോട്ടത്തിൽ ടാപ്പിംഗ് അല്ലാതെ തന്നെ ഇഷ്ടംപോലെയുള്ള തൊഴിലുകളുണ്ടല്ലോ. അതൊക്കെ അത് രാവിലെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്കൊന്നും ആ കൃത്യസമയത്ത് എത്തിപ്പെടാനോ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആ 2 മാസത്തെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം ആ കടുവ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഒരാശ്വാസം ഉണ്ടോ? ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ തെല്ലൊരു ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ ഈ ഗഫൂർ എന്നൊരാളെ ആക്രമിച്ച കടുവ തന്നെ ആവാനാണ് സാധ്യത. എന്താ വെച്ചാൽ അതിൻ്റെ ഹൈറ്റും വെയിറ്റും വലിപ്പം എല്ലാം കൂടെ കണ്ടാൽ എല്ലാവർക്കും തോന്നുന്നത് തന്നെയാണ്. പിന്നെ പക്ഷെ കൂടുതൽ ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ 1-ലോ 2-ലോ കൂടുതൽ സാധനം ഉണ്ട് എന്നുള്ളതാണ്. ചെറുതും വലുതും ചെറിയ കുട്ടികൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. എന്താ പറയുക, കാൽപ്പാടുമെന്നൊക്കെ നമുക്കത് വ്യക്തമാകുന്ന കാര്യമാണ്. പല സൈസുള്ള കാൽപ്പാടുകൾ പല ഭാഗത്തുനിന്ന് പല ആളുകളും കാണുന്നത്. ഒരേ സൈസിലുള്ള കാൽപ്പാടല്ല. ഏതായാലും ഈ കടുവയെ തൃശ്ശൂർ പുത്തൂർ സൂയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതെ, അത് കഴിഞ്ഞ ഇതിന്റെ മുമ്പ് കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി പെട്ട കാരണത്താൽ അന്ന് പുലിനെ പിടികൂടി. അവരന്ന് പറഞ്ഞത് ഞങ്ങൾ പാലക്കാട് ഇതിന്റെ കടുവ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്ട് അവർ ചെയ്തത് പൂക്കോട്ടുംപാട അമരമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്. അവിടെ അതിലേക്ക് കൊണ്ട് സുഖചികിത്സക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് ഞങ്ങൾ അങ്ങനെ നിങ്ങൾ യഥാർത്ഥം പറയുന്ന സ്ഥലത്തേക്ക് അല്ല കൊണ്ടുപോകണമെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ ഞങ്ങളെ കൂടെ പോര് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കുറേ ആളുകൾ ഇതിൻ്റെ പുറകെ പോവുകയും ചെയ്തു. അവിടെ എത്തിയോടുകൂടി നേരെ അവർ കാളികാവ് ഭാഗത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ ഈ പറഞ്ഞ വാക്കൊക്കെ ലംഘിച്ച് അവരവരുടേതായിട്ടുള്ളൊരു തീരുമാനം എടുത്തു. നിങ്ങളെ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ അവിടെ നാട്ടിൽ മതി, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാണ്ട് അവരൊക്കെ വെറും കൈയോടാണ് മടക്കി വിടുക ചെയ്തത്. അപ്പോൾ ഇതിൽ വ്യക്തമായൊരു പ്രതിഷേധം തുറന്നു വിടുക ചെയ്തല്ലേ.
അതിന് തുറന്ന് വിട്ടോ ഇല്ല എന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ കൊണ്ടുപോയത് അങ്ങോട്ടാണ്, പാലക്കാട്ടേക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയത് അമരമ്പലത്തേക്കാണ്. അപ്പോൾ ഇതിൽ നല്ല പ്രതിഷേധം കാര്യങ്ങളും ശക്തമായിട്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ കൂടുതൽ പോലീസിനെ ഇറക്കി പിന്നെ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ എഴുതി വാങ്ങിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് അതിനെ കൊണ്ടുപോയത്. ഇത് പിന്നെ എന്താ വെച്ചാൽ പാലക്കാട് തൃശ്ശൂർ സൂമിലേക്ക് തന്നെ കൊണ്ടുപോയിക്കണമെന്നുള്ളതിൻ്റെ പല ഭാഗത്തൂടെ കൊണ്ടുപോകുന്ന ടൗണിലൂടെയൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോകൾ അവർ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരീകരിക്കുന്നത്? അതെ 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 അതെ. എന്താ വെച്ചാൽ അതിൻ്റെ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ വണ്ടിയിലല്ല അങ്ങോട്ട് തൃശ്ശൂർ സൂമിലേക്ക് കൊണ്ടുപോയിക്കുന്നത്. വേറെ വലിയൊരു കൊട്ട വണ്ടിയിലായിട്ടാണ്, ഒരു 407 അതിലാണ് ആ കൂട്, അതിലോട്ട് വേറെ കൂടിലേക്ക് മാറ്റി കയറ്റിയിട്ടാണ് അവർ കൊണ്ടുപോയിട്ട്. അതിൻ്റെ തൊട്ട് പിന്നാലെ പഞ്ചായത്തിൻ്റെ വണ്ടി അകമ്പടിയോടുണ്ടായിരുന്നു. പിന്നെ പല ടൗണിലൂടെ വണ്ടി പോകുന്നതിൻ്റെ നാട്ടുകാരെടുത്തിട്ട് പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ട് അതിൽ നമ്മൾ വിശ്വസിച്ചു. അത് യഥാർത്ഥ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ ഇപ്പം ഈ ഒരു കടുവ കൂടാതെ ഇനിയും മറ്റ് കടുവകളും പുലികളും ഒക്കെ ഉണ്ടെന്നാണ് അല്ലേ? അതെ 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 അതെ. എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ 2-3 സ്ഥലത്ത് കാൽപ്പാട് കണ്ടതായിട്ടാണ്. ഒരേ സ്ഥലത്ത് തന്നെ, അതായത് 2-3 കിലോമീറ്റർ വ്യത്യാസത്തിലൊക്കെയാണ് ഒരേ സമയത്ത് തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ പല ഭാഗത്തുനിന്നും അത് പല വ്യത്യസ്തമായ വലുപ്പത്തിലൊക്കെയാണ് കാൽപ്പാടുകൾ കാണുന്നത്. ഇപ്പോൾ അവിടെ 50 ഏക്കർ വർക്കിച്ചേട്ടൻ്റെ ടാപ്പിംഗ് റാട്ടയുടെ തൊട്ടടുത്തുള്ള ചെളിയിൽ വെച്ച് കാല് കണ്ടപ്പോൾ തന്നെ 3 ഐറ്റം കാലുകളാണ് അവിടെ കണ്ടത്. അപ്പോൾ ഒന്ന് മാത്രമല്ല എന്നുള്ളത് ആദ്യം തന്നെയാണ് ജനങ്ങൾ സ്ഥിരീകരിക്കുന്നത്. പിന്നെ ഒരാളൊരു വീഡിയോ ഇവിടെ സ്റ്റേറ്റിൽ ഇവിടെ കുരിക്കളാട് ഡിവിഷൻ്റെ മുകളിൽ നിന്നുള്ളൊരു തോട്ടത്തിൽ നിന്ന് ഇതേമാതിരി കടുവയുടെ ഒരു കാൽപ്പാട് കണ്ടത്. അവരൊരു മൊബൈൽ, ഒരു 6 ഇഞ്ച് സ്ക്രീൻ നീളമുള്ളൊരു മൊബൈൽ അടുത്ത് വെച്ചിട്ട് അത്രയും വലിയൊരു കാൽപ്പാടുകളാണ്. പിറ്റേന്ന് വരുന്ന കാൽപ്പാടുകൾ അത്രയും വലുപ്പം വരുന്നില്ല. അതാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് പറയാനുള്ള കാരണം. പക്ഷെ ഞാൻ ഈ കൂട്ടിൽ പെട്ട കടുവയല്ലാതെ നേരിട്ട് ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല. എന്നാൽ ഓരോരുത്തർ പറഞ്ഞ അനുസരിച്ച് പലരും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ടാപ്പിംഗ് തൊഴിലാളികൾ ഈ പ്രദേശത്ത് കൂടുതൽ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളായിരിക്കും കൂടുതൽ റബ്ബറുകളുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഈ ഒരു പിന്നെ സ്വന്തം പറമ്പിലേക്ക് പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സ്വന്തം 3 ഏക്കർ 2 ഏക്കർ 1 ഏക്കറൊക്കെ ആയിട്ട് ഈ റബ്ബർ തന്നെയായിരിക്കും അല്ലേ? അല്ല, അതിൽ ജാതി, കൊക്കോ അങ്ങനെ പല കൃഷികളൊക്കെയാണ്. ചെറുകിടക്കാർക്കൊക്കെ റബ്ബർ വളരെ കുറവുള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ റബ്ബറിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞതുകൊണ്ടൊക്കെ അവരിപ്പോൾ ജാതി, കൊക്കോനാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അതേമാതിരി ഫ്രൂട്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ മലഭാഗത്തേക്കൊക്കെ കൂടുതൽ ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നതിൻ്റെ കണ്ണത്ത് മലബാരം ഭാഗത്തുകൂടെയൊക്കെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ, റബ്ബർ ഒഴിച്ച് ജാതി, കൊക്കോ അങ്ങനത്തേതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ രാവിലെ എന്താ വെച്ചാൽ തലേന്ന് രാത്രിയൊക്കെ ജാതിക്ക താഴെ വീണ് കിടക്കുകയാണെങ്കിൽ അത് ചെളിയിൽ വീണ് അതിൻ്റെ പത്രി പോകുന്ന അവർക്ക് കറക്റ്റ് കിട്ടാതെ വരും. അപ്പോൾ അതൊക്കെ അവർ പെറുക്കിയെടുക്കാൻ വേണ്ടി അത് രാവിലെ ചെല്ലും. അതെ അതെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം പെയ്യുന്ന മഴയ്ക്ക് ഈ പത്രി ചീഞ്ഞു പോകും. അപ്പോൾ എന്താ വെച്ചാൽ അവർ നേരത്തെ ചെന്ന് അത് പെറുക്കിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് ചെയ്യും. പേരെങ്ങനെയാണ്? സെയ്തലവി. തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഈ മലയോര ഗ്രാമം കരുവാരക്കുണ്ട്, കാളികാവ് പോലെയുള്ള വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ തിങ്ങി താമസിക്കുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളും അധികാരികളും മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള നിയമ തടസ്സങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുതകുന്ന രീതിയിൽ ജനങ്ങളെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഉള്ള നിയമനിർമ്മാണം ഇല്ലെങ്കിൽ നിയമം മാറ്റുന്നതടക്കമുള്ള പ്രക്രിയകൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവൻ ഇനിയും നഷ്ടപ്പെടും. ഇവിടുത്തെ തൊഴിലാളികൾ പ്രയാസത്തിലാണ്, പണിക്ക് പോകാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, ആളുകൾക്ക് സ്വതന്ത്രമായി ഭയമില്ലാതെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ വലിയൊരു പ്രയാസത്തിലാണ്. കടുവ ഇന്നലെ കൂട്ടിലകപ്പെട്ടു. പക്ഷേ അതിൻ്റെ കൂട്ടിലകപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 42 വയസ്സ് മാത്രം പ്രായമുള്ള ഗഫൂർ എന്ന ഒരു യുവ സുഹൃത്തിനെ പാറശ്ശേരി അടക്കാക്കുണ്ട് വനമേഖലയിൽ വെച്ചിട്ട് ജനങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആക്രമിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി. ആ കുടുംബം അനാഥമായി. 3 കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. ആ 3 മക്കൾ അനാഥമായി. തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് സ്ഥാപിച്ച കൂടുകളും അതുപോലെ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളിലാണ് ഇന്നലെ ആ കടുവ കുടുങ്ങിയത്. ഈ കടുവ കുടുങ്ങിയത് എന്ന് പറയുന്നത് ഈ ഒരു കടുവ കുടുങ്ങുന്നതോട് കൂടി മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ഏകദേശം ഒരു മധ്യവയസ്കൻ എന്നുള്ള രീതിയിലെത്തിയ ഒരു കടുവയാണ് കുടുങ്ങിയിട്ടുള്ളത്. അത് ഫുൾ ഫിറ്റ് അല്ല.
തീർച്ചയായിട്ടും അതുപോലുള്ള 4-5 എണ്ണമുള്ള ഫുൾ ഫിറ്റ്നസ്സിലുള്ള കടുവകൾ ഈ നാട്ടിൽ വിലസുന്നുണ്ട്. അതുപോലെ കാട്ടുപോത്തുകൾ, ഇപ്പോൾ തരിശിൽ പിന്നെ നമ്മളൊരു യുവ സുഹൃത്തിൻ്റെ ജീവനെടുത്ത ഒരു കാട്ടുപോത്താണ്. അതുപോലെ കാട്ടാനകൾ, വന്യമൃഗങ്ങളെ ശല്യങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് തൊഴിലിന് പോകാൻ പറ്റുന്നില്ല, മക്കൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അതായത് എല്ലാ പഞ്ചായത്തുകളിലും, ഉദാഹരണത്തിന് വഴിക്കടവ്, എടക്കര, നിലമ്പൂർ, കരുളായി, പൂക്കോട്ടുംപാടം, കാളികാവ്, ചോക്കാട്, കരുവാരകുണ്ട് അടക്കമുള്ള വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പഞ്ചായത്തുകളിലും ഫെൻസിലടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് വന്യമൃഗങ്ങളെയും മനുഷ്യരെയും വേർതിരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ സംരക്ഷണം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുകൾ സ്ഥാപിക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും നിരന്തരം ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധ ഇതുപോലെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങളെ ജീവന് സംരക്ഷണം നൽകണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട മലയോര ജനജാഗ്രത സമിതിക്ക് വേണ്ടി അതിൻ്റെ ഒരു ജോയിന്റ് കൺവീനർ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. വേറെയും കടുവകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ടാപ്പിങ്ങിന് പോകുന്ന ആളുകൾ വ്യക്തമായിട്ട് ആർത്തല മലയുടെ താഴ്വാരത്തുള്ള കുരിക്കൽകാട് എസ്റ്റേറ്റിൻ്റെ താഴെ കുട്ടികളും അമ്മയും അച്ഛനും അടക്കമുള്ള കടുവ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ജനങ്ങളെ നേരെ ഇതുവരെയും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തോടു കൂടിയാണ് ആളുകൾ ഇതൊക്കെ പുറത്തു പറയാൻ തുടങ്ങുന്നത്. മറ്റത് അവർ പോകുന്ന വഴിക്ക് അവർ പോകുന്നു, ഇവർ ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി അവരും ചെയ്യുന്നു. ഇതാണ് അവസ്ഥ. എൻ്റെ വീടിൻ്റെ 100 മീറ്റർ പുറകുന്നാണ് 180 കിലോയോളം തൂക്കമുള്ള ഒരു മൂരിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അല്ല, ഇപ്പൊ ഈ പുലി ഇവിടെ ഉണ്ടെന്നുള്ള ഒരു സ്ഥിരീകരണം ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ കടുവയ്ക്ക് വെച്ച കൂട്ടിലല്ലേ പുലി കടുവയ്ക്ക് വെച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ആ പുലി എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടിയാണ്. ആ പുലിക്കുട്ടിയാണ്. അതിനെ ജനങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെ എങ്ങോട്ടാ മാറ്റുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മൃഗശാലയിലേക്ക് ഡയറക്റ്റ് മാറ്റുക എന്ന് പറഞ്ഞിട്ട് ആ പുലിനെ നേരെ അവർ കൊണ്ടുപോയത് വനാലയത്തിൽ കൊണ്ടുപോയി തുറന്നു വിടുക. തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശരാണ് ഞങ്ങൾ. ഏതായാലും കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ ഈ വീഡിയോ ആദ്യം ആ ഗഫൂർ എന്ന് പറയുന്ന ആ സഹോദരനെ കൊലപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഈ പ്രദേശത്ത് വന്ന അന്ന് മുതൽ നമ്മൾ കാണുന്ന ഒരാളാണ് ശൈലേഷ് ഏട്ടൻ. അദ്ദേഹം ഇവിടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നല്ലേ കഴിഞ്ഞ 2 മാസം അല്ലേ? 54 ദിവസമായിട്ടാണ് ഗഫൂർ മരിച്ചിട്ട് 54 ദിവസമായി. ഗഫൂർ മരിച്ചതിന് ശേഷമാണ് ഈ ഫോറസ്റ്റിൽ ഇത്ര കൂടുതൽ ഇവിടെ കരുവാരുണ്ടിലും കാളികാവിലും വന്ന് ഇങ്ങനെ ജനങ്ങളെ കൂട്ടത്തിൽ നിന്നത്. ഇതിന് മുന്നേ കടുവ 1, 2, 3 ഒന്നുമല്ല. CT അവിടെ ഒരു JCB പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഭാര്യ, JCB ഓപ്പറേറ്ററുടെ ഭാര്യ അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കടുവനെയും ഒരു കുട്ടിനെയും കണ്ടു. സിറ്റിയിൽ, കരുവാണ്ട് CT എസ്റ്റേറ്റിൽ, തിരുമ്പോട ഭാഗം. അതിപ്പോൾ ഏകദേശം 2 മാസമായി. അതിന് മുന്നേ കുറേ കടുവകൾ ഒരു 5-6 എന്തായാലും ഉണ്ട്. പേര് തള്ളിയും കുട്ടിയും വേറുണ്ട്. പിന്നെ അതിന് പുറത്ത് പുലികൾ വേറുണ്ട്. ഇത് ആടുകളെ കൊണ്ടുപോകുന്നുണ്ട്, പോത്തുകൾ തിന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പുറ്റള കോളനി, ആദിവാസി കോളനിയിൽ ആടിനെ ഒന്നിനെ കൊണ്ടുപോയി. പിറ്റേ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അടുത്ത് ആ കൂട്ടിൽ വന്നിട്ട് അതിൻ്റെ പരിസരത്ത് വന്ന് നിന്നു. അതിൽ മകേഷ് പറഞ്ഞ യുവാവ് കണ്ടിട്ടാണ് കടുവ കണ്ടപ്പോൾ, ആൾക്കാരെ കണ്ടപ്പോൾ ഓടി. അങ്ങനെ അന്നും ഫോറസ്റ്റുകാർ ഇങ്ങനെ വന്നുകൊണ്ട് പടക്കം പൊട്ടിച്ച് പോയി എന്നുള്ള. ഫോറസ്റ്റുകാർ ഇപ്പോൾ അന്ന് ഈ കടുവ കുടുങ്ങിയത് നേരം വെളുക്കാൻ കാലത്തൊക്കെയാണ്. 6:30 സമയത്ത് വെട്ടാൻ പോയ ബംഗാളിയാണ് ഇത് കാണുന്നത്. ആദ്യം ബംഗാളിയാണ് കാണുന്നത്. ഈ ബംഗാളിക്ക് കുറേ ആൾക്കാരെ വിളിച്ചിട്ട് അപ്പോഴൊന്നും ഫോൺ എടുത്തില്ല. 7 ആയപ്പോഴാണ് ഈ കടുവ പെട്ടത് അറിയുന്നത്. അപ്പോൾ ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ടാണ് ഈ ഫോറസ്റ്റിൽ അറിയുന്നത്. ഫോറസ്റ്റിൽ ഒരു 10 മണി 12 മണി അങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ അതിന് തിന്നാനും. അവിടെ ക്യാമറ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ക്യാമറ വെച്ചാലോ അത് നോക്കാൻ അവിടെ പോയിട്ട് ആ പരിസരത്ത് പോയിട്ട് അവർ നോക്കണുള്ളൂ. അല്ലാതെ ഈ കടുവനെ പിടിക്കണമെന്നുള്ള ആവശ്യം അവർക്കൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കാട്ടാനകൾ, ഈ ഇമ്രാക്കാരൻ ആളെ ഇവിടെ കരുവാരണ്ട് പഞ്ചായത്തിന്റെ തൊട്ടടുത്ത സ്ഥലം കുണ്ടോട് പറഞ്ഞ സ്ഥലത്താണ് ചവിട്ടിക്കൊന്നു. അവനാന്റെ പറമ്പക്ക് പണിയെടുക്കാൻ വേണ്ടി തോട്ടത്തേക്ക് പോയതാ. അയാൾ ചവിട്ടിയുടെ കൊന്നു. ഇപ്പൊ 2 മാസമായിട്ടുള്ളൂ. ഈ തൊട്ട പഞ്ചായത്തിന്റെ അടുത്താണ്. കാട്ടാന ശല്യം ഇഷ്ടം പോലെയാണ്. കൽക്കുണ്ട്, കേരള എസ്റ്റേറ്റിൽ കാട്ടാനകൾ ഇവിടെ റബ്ബറും വാഴയും ഒക്കെ നശിപ്പിക്കുകയാണ്. സോളാർ ഫെൻസിങ് സമ്പ്രദായം നടപ്പാക്കാതെ കരുവാരണ്ടുകാർക്കും കാളിയാർക്കും രക്ഷയില്ല. 2 മാസമായിട്ട് ആകെ നിലച്ച് നിൽക്കുകയാണ്. ഈ റബ്ബർ തോട്ടത്തിൽ നിങ്ങൾ നോക്കി വെട്ടിയിട്ട് എത്ര കാലമായി നിങ്ങൾ നോക്കി അങ്ങനെ പട്ടിണിയും ദാരിദ്ര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ അടിയന്തരമായ നടപടി എടുക്കണം. സർക്കാർ ഇടപെട്ടുകൊണ്ട് ഫെൻസിങ് സമ്പ്രദായം നടപ്പാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ഇപ്പം ഇതിനെ സൂയിലേക്കാണല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. സൂയിലേക്ക് കൊണ്ടുപോയത് പറയണ്ട. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു പുലി കുടുങ്ങിയ സമയത്ത് ഞങ്ങൾ ഇതിനെ ഇവിടെ തൊട്ടടുത്ത് ഇടരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു അമരമ്പലം സ്റ്റേഷനിൽ
ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയി. അവിടുന്ന് ഞങ്ങൾ ആട്ടി വിടുകയാണ് ചെയ്തത്. ഈ പൂച്ചനെയും പട്ടിനെയും പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട ഞാനൊരു ബ്ലോക്ക് മെമ്പർ കൂടിയാണ്. അതുകൂടി മനസ്സിലാക്കാതെ അവിടുന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ടു. ഇത്തവണ ഞങ്ങൾ ഇവിടെ വന്ന് ഈ കടുവ കുടുങ്ങിയ സമയത്ത് ഞങ്ങൾ തടുത്ത് എഴുതി വാങ്ങിയത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പുത്തൂർ ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇത് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും സമാധാനമില്ല. നാട്ടിൽ കടുവയും പുലിയും മറ്റുള്ള മൃഗങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, പേടിയിലാണ്, പുറത്തിറങ്ങാൻ പറ്റണില്ല. ഇപ്പോഴും പേടിച്ചിട്ട് ഞങ്ങൾ കൊടുക്കണം. ഇന്നലെ കുറേ സമയം ഉണ്ടായിരുന്നല്ലേ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ? ജനങ്ങൾ ഒത്തിരി ജനങ്ങളിൽ ഇത് ആത്മാർത്ഥമായിട്ടാണ്, അല്ലാതെ വെറുതെ ആളെ കൂട്ടി 100 രൂപ കൊടുത്തുകൊണ്ട് വന്നതല്ല. ഈ കടുവരെ പേടിച്ചിട്ട് ഇതിന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ വന്ന് കൂടിയതാണ്, പുറമെന്ന് വന്നതല്ല. കരുവാരുടെ വികാരമായിരുന്നു. റബ്ബർ പെട്ടിലുള്ള പിന്നെ എല്ലാ കാര്യങ്ങളും സ്തംഭിച്ച് നിൽക്കുകയാണ്. ജീവിക്കാൻ ചുറ്റുപാടില്ല, അരി സാമാനം വാങ്ങണ്ടേ. ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് അതിനിവിടെ ആൾക്കാർക്ക് തുണിയുപ്പായം വാങ്ങാൻ പറ്റില്ല. ഇനി ഓണാണ് വരുന്നത്, അതിന് ഒക്കെ നിലച്ച് നിൽക്കുക. ഓണൊന്നും ആഘോഷിക്കണില്ല ആൾക്കാർ, കാരണം സാമ്പത്തികം വേണ്ടേ. കേരളത്തിൽ റബ്ബറിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് കോട്ടയാണ്. കോട്ടയം കഴിഞ്ഞാൽ പിന്നെ കരുവാരകുണ്ട് ഏറ്റവും കൂടുതൽ റബ്ബറുള്ള മേഖലയാണ്. കാളിയാവും കരുവാരകുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ റബ്ബറുള്ള സ്ഥലങ്ങളിൽ തൊഴിലാളികൾ, അതായത് 100-150 ആളുകൾ ഒരേ തോട്ടങ്ങൾ പണിയെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെയൊക്കെ പോകാൻ ആളുകൾ മടിക്കണം, കാരണം ജീവന് പേടിയാണ്. ഇത്രയൊക്കെ ആയിട്ടും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ 2 മാസത്തോളമായി മിക്ക കുടുംബങ്ങളും പട്ടിണിയിലാണ്, വറുതിയിലാണ്. ഒരു ഭക്ഷ്യ കിറ്റോ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടിയോ ഇന്നേ വരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരികളെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമല്ല, ഇടതും വലുതും നടുന്നില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികളും ജനങ്ങളെ വോട്ട് വാങ്ങി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ഇത് കാണുകയും കേൾക്കുകയും വേണം, അതിന് പ്രതികരിക്കുകയും വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഈ ഒരു നാടിൻ്റെ മാത്രം വിഷയമല്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം ഈ ഒരു 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ 3000-ലധികം മനുഷ്യ ജീവനുകളാണ് നമുക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, യൂറോപ്പ് അടക്കമുള്ള, അതായത് പിന്നെ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള വന്യമൃഗ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളും അതിനെ വേട്ടയാടാനും ഏജ് ഓവർ ആയതിനെ വധിക്കാനടക്കമുള്ള നിയമങ്ങളൊക്കെ യൂറോപ്പ് അടക്കമുള്ള രാഷ്ട്രങ്ങളിലുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ മഴ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ കാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കായ ഫണ്ടും പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ വെട്ടി അവരുടെയൊക്കെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നാട്ടിലെ സാധാരണക്കാരൻ്റെ വിയർപ്പൊഴുക്കുന്നവൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1% പോലും അവരൊന്നും ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു വസ്തുത വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങൾ സ്മരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? അബ്ദുൾ റസാഖാണ്. എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഞങ്ങൾക്ക് ടാപ്പിംഗ് ആണ്. അപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ പേടിയിലാണ്. ടാപ്പ് ചെയ്യുന്നുണ്ട്, പേടിയിലാണ്. സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ ബ്ലോക്കിലാണ് ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ളത്. കടുവ നിങ്ങളുടെ സുഹൃത്തിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടാണ് ഞങ്ങൾക്ക് പേടിയായത്. അതെ അതെ അതെ. അതിന്റെ മുന്നേ ഞങ്ങൾ കാണാൻ കണ്ടുകൊണ്ടു, കടുവനെ ഞങ്ങൾ കാണുന്നുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്നൊന്നും ശല്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ പല പ്രാവശ്യം കണ്ടപ്പോ എങ്ങനെ ഒറ്റയ്ക്കാണോ കൂട്ടത്തോടെയാണോ കണ്ടിട്ടുള്ളത്? ഒറ്റയ്ക്ക്. പട്ടിനെ പിടിച്ചു, ഒരു ദിവസം പട്ടിനെ പിടിച്ച് തിന്നു. ഈ കടുവ തന്നെയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ഇവിടെ പാടിയുണ്ട്, ആ പാടിന്റെ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിനെ കൊണ്ടുപോയിട്ട് ഞാൻ വെട്ടിന്റെ ബ്ലോക്കിൽ വെച്ചിട്ട് പകുതി തിന്നു. അതിന് ഞങ്ങൾ ചെന്നപ്പോൾ, ടാപ്പിന് ചെന്നപ്പോൾ അതിരാവിലെയാണ് ഞങ്ങളെ കണ്ടപ്പോൾ പൊയ്ക്ക് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ വെട്ടിയപ്പോൾ 2 മുറലിൽ ഞാൻ പേടിച്ച് കയറി. ഇപ്പൊ ഇങ്ങനെ കടുവ പിടിച്ചു കഴിഞ്ഞപ്പോ ചെറിയ ആശ്വാസം ഉണ്ടോ? ആശ്വാസം ഉണ്ട് എന്ന് പറയാനായിട്ടില്ല. അവിടെ ഇനി ഉണ്ടെന്ന് പറയുന്നല്ലേ. പേരെങ്ങനെയാ? സുധാകരൻ. ഞാൻ ആടിനും പശുവിനൊക്കെ വളർത്തുന്ന ആളെന്നെയാണ്. എന്റെ 3 ആടിനെയാണ് കടുവ പിടിച്ചത്. 2 വർഷം കഴിഞ്ഞു. അതുവരെ ഇതൊരു നടപടി ഉണ്ടായിട്ടില്ല. എന്താ ചെയ്യുന്നത്? നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല? ഇല്ല. 3 വർഷമായിട്ട് നിങ്ങൾ പരാതി കൊടുത്തിരുന്നു, എല്ലാവരും കൊടുത്തു. 3 വർഷമായിട്ട് നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. അതെന്താ അവരോട് ചോദിച്ചപ്പോ എന്തായാലും കാരണം എന്താ? വരുന്നുണ്ട് എന്ന് പറയും. ഞാൻ നിലമ്പൂർ പോയി, ഓഫീസിൽ പോയി, എന്നിട്ട് അവര് പറഞ്ഞ് വരുന്നു പറഞ്ഞത്. നമ്മളെന്തെങ്കിലും വരുന്നു കാത്തിരിക്കുക. എത്ര? 2 വർഷമായി? 3 വർഷമായി. 3 വർഷമായിട്ട് നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടി. അന്നുണ്ട് കടുവ. കഴിഞ്ഞ വർഷം ചെന്നായി ഇവിടെ വന്നിട്ട് ഇവനെ 3-4 ആടിനെ തിന്നു. ഞങ്ങൾ കൺമുന്നിലായിരുന്നു. എന്നിട്ടും അതിന് ഒരു നടപടി ഉണ്ടായില്ല. ഇങ്ങോട്ടൊരു നടപടി. അന്ന് 3 പിന്നെ എങ്ങനെ ഇത് കൃഷിയോട് നടക്കാം? ഇപ്പൊ ഞാൻ ഓട്ടോക്കാരാണ്. ഇപ്പൊ ഓല് പറയണത് മലീത്തെ ആദിവാസികളൊക്കെ പറഞ്ഞ് ഇനിയുണ്ട് എന്നാ പറയണത്.
നമ്മളെങ്ങനെ അവര് കാണുന്നുണ്ടല്ലേ? ഓര് കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ ട്രിപ്പ് പോയി വരിക, അപ്പോഴാണ് ഇത് പറയുന്നത്. ഓല് ഇനിയുണ്ട് കടുവ, ഇനി പോയിട്ടില്ല, വയസ്സായതാണ് പോയിക്കണ്, ഇനി തള്ളി 3 കുട്ടികളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. കാണുന്നുണ്ട് പല കടുവകളെയും. ഓല് കാണുന്നുണ്ട്. ഇപ്പൊ ഇവര് ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരാ. അപ്പൊ നമ്മൾ ഓട്ടോ കൊണ്ട് മലയിൽ കൂടെ അതിലേക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാരൊക്കെ കാട് വെട്ടി, കുറെ ആൾക്കാർ ഇനിയും വെട്ടാനാ. ജീവിക്കണ്ടേ മക്കൾ, ജീവിക്കാൻ വേണ്ടിയല്ല എല്ലാരും. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ പൈസ? ജീവിക്കുമ്പോഴല്ലേ പണം, പൈസന്റെ ആവശ്യം. മരിച്ചിട്ട് പൈസന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മളെ ഈ ഭീതി ഒന്നും മാറ്റി തരാം. ഈ എല്ലാവർക്കും പേടിയില്ല. ഒന്ന് പോയി ഏതാ കടിച്ചത് എല്ലാവരും സംശയം പറയാം. അപ്പൊ ആകെ പേടിയാണ്. പേടിയാണ് ജീവിക്കണം. ഈ സാധനത്തിന് എന്തെങ്കിലും മനസ്സിലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് കടിച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ? ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരാൾക്കും മൃഗത്തിന് മുന്നിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മളെ കുട്ടികളെ പിന്നെ ഇതിനും ഫീസ് അടക്കണം, ഒക്കെ അടക്കണം. അതിന് പേടിച്ച് പോവാണ്. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ മാസങ്ങളായി പണിക്ക് പോയിട്ട് എല്ലാം പഠിക്കും. മലയേക്കും കാട്ടുക്കും പോണില്ല. ചങ്ങാനെ പൊടിച്ചോണ്ട് ആ കപ്പൂനെ പൊടിച്ചോണ്ട് ഇപ്പൊ ഒരു പുല്ല് വെട്ടാൻ പോലും പോകുന്നില്ല. ഒന്നിനും പോണില്ല. ഇപ്പൊ ടൗണിൽ കൂടി ഇറങ്ങിയിട്ടാണ് ആൾക്കാർ പുല്ലിട്ട്. ഞാനൊക്കെ ഇതിലിറന്നിട്ടാ പുല്ലുണ്ടാക്കുന്നത്. മേലെ കൂടി ഒന്നും പോകുന്നത് ഇപ്പൊ ടൗണിൽ കൂടി റോഡിന്റെ വക്കത്ത് കൂടി പുല്ലുണ്ടാക്കിയിട്ട് ഓട്ടോ ഒക്കെ അടിച്ചത്. അത് എത്ര കാലം എടുക്കും? ഇത് തന്നെയാട്ടോ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത്. കഴിഞ്ഞ 2 മാസമായിട്ട് വലിയ രീതിയിൽ തന്നെയായിരുന്നു ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും അവരിപ്പോൾ ചെറിയൊരാശ്വാസത്തിലെത്തിയിരിക്കണം. പക്ഷേ എന്നാലും അവരുടെ ഭീതിയൊന്നും പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല. കാരണം ഇനിയും കടുവകളുണ്ടോ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അതുപോലെ കഴിഞ്ഞ മാസം, അതായത് ജൂൺ 19-ാം തീയതി ഈ ഒരു തൊഴുത്തിൽ കെട്ടിയിരുന്ന ഒരു പശുവിനെയാണ് കടുവ പിടിച്ചത്. നമ്മളിപ്പോൾ കണ്ട ആ ഒരു സ്ഥലത്തുനിന്ന്, ആ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് ഒത്തിരി മാറിയിട്ട്, അതായത് ഒരു 2-3 കിലോമീറ്റർ താഴേക്ക് മാറിയിട്ടുള്ളൊരു പ്രദേശമാണിത്. ടൗൺ ഏരിയയാണ്. നിരവധി വീടുകളുള്ള പ്രദേശമാണ്. അവിടെയാണ് ഒരു പശുവിനെ പിടിച്ചത് കേട്ടോ. കാൽപ്പാട് ഒക്കെ പോയില്ലേ? അല്ലേ, അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇത് ശരിക്കും ജനവാസ മേഖലയായില്ലേ? എല്ലാം വീടുകളുള്ള സ്ഥലമാട്ടല്ലോ. ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമാണ്. ഇവിടുന്നാണ് ആ ഒരു പശുവല്ല, മൂരി അല്ലേ? ആ മൂരി. എന്നാ സംഭവം ഉണ്ടായി? കഴിഞ്ഞ മാസം 19-ാം തീയതി അല്ലേ? രാത്രി ഇവിടെ കെട്ടിട്ട് പോയതായിരുന്നു. അപ്പോൾ പുള്ളി അപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ടായില്ല. പുള്ളി അസുഖമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലായ സമയത്ത് ഇവിടെ ഒരു ആളിവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട്, ബിന്ദു എന്ന് പറഞ്ഞ്. അപ്പോൾ അവരോട് പറഞ്ഞു, വൈകുന്നേരം തോത്തിലേക്കൊന്ന് മാറ്റി കെട്ടുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാശി പിടിച്ചതുകൊണ്ട് കറക്റ്റ് പോലെ വിളിച്ച് പിന്നെ തോത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരെ കൂടെ പോയില്ല. അപ്പോൾ പിന്നെ സാറ് പറഞ്ഞപ്പോൾ തൽക്കാലം അവിടെ കെട്ടിക്കോ, കരീം വന്നിട്ട് തോത്തേക്ക് മാറ്റി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കരീമിന് അന്ന് രാത്രി എത്തിപ്പെടാൻ പറ്റിയില്ല. പിറ്റേന്ന് ഉച്ചയോടുകൂടി വന്ന് നോക്കുമ്പോഴാണ് ഇതിനെന്തോ ഒരു അസ്വസ്ഥത. കരീം വന്ന് നോക്കുമ്പോൾ ഒരു അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടു. തോത്തിലേക്ക് മാറ്റി കെട്ടി നോക്കുമ്പോഴാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് സാധനം ചാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ശരീരം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് പല ഭാഗത്തും കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ട് പിന്നെ ഈ സംഭവ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോഴാണ് കടുവയുടെ കാൽപ്പാടുകളൊക്കെ ഇവിടെയൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് പോയതായിരുന്നു. ഇത് അന്ന് വന്നപ്പോൾ ഞാൻ ഈ ജാതിൻ്റെ ചോട്ടിൽ വല്ല വ്യക്തമായിട്ട് കണ്ടതായിരുന്നു. പേരെങ്ങനെയാണ്? പേര് അബ്ദുൽ കരീം. മാസം പ്രായമുള്ള അതൊരു 1.5 വയസ്സ് കഴിഞ്ഞതാണ്. 30 വയസ്സ് കഴിഞ്ഞു. നല്ല വലിപ്പമുള്ള ഒരു 180 കിലോ ഒക്കെ തൂക്കലൊരു വസ്തുവായിരുന്നു. പിന്നെ കിടാവായിരുന്നു. നീക്കിലാണ്. ഇപ്പോൾ കാൽത്തീറ്റ ഉണ്ടാ എന്തായാലും എത്ര ഭയങ്കര നീക്കും. കാൽത്തീറ്റ വെച്ച് കൊടുത്തപ്പോൾ നീക്കിലാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചോക്കട്ടെ, ഞങ്ങൾ ഈ കാലിൻ്റെ പ്രശ്നം തന്നെ ആവും, നീതി നമ്മളിത് അറിയണില്ലല്ലോ. അവർ വന്നപ്പോൾ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ പിന്നെ കുട്ടി അളകണമൊന്നുമില്ല, അത് കണ്ണൊക്കെ നീച്ച് കിടക്കുകയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളേതായാലും ഇതൊന്ന് പോയി നോക്കിയായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞത് ചത്തുക്കുണു, ഇത് കടുവ കടിച്ചതാണ് എന്ന് പറഞ്ഞു. കടുവ കടിച്ചു ചോദിച്ചു. പറഞ്ഞു. അപ്പോൾ അവർ ഈ പാടൊക്കെ കാണുന്നത് അപ്പോഴാണ്. ഞാനൊരു 6 മണിക്ക് ഇവിടുന്ന് പോയത്. അപ്പം എന്താ വെച്ചാൽ അവർ കണ്ടു. അപ്പോൾ പിന്നെ ഫോറസ്റ്റ് ആദ്യം അവർ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു കടുവ അങ്ങനെ കൊല്ലാതെ പോവില്ല, പകുതിയാക്കിയിട്ടൊന്നും പോവില്ല, അത് കടുവല്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളേ സ്വാഭാവിക പിന്നെ അത് പോയേണ്ടൊന്ന് കൺഫേം ചെയ്യും, കാരണം പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇത് കിട്ടാതെ വെരിഫിക്കേഷൻ കിട്ടാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം വന്ന് നോക്കാറുണ്ട്. അതിൽ പിന്നെ വന്നു. പിന്നെ ഇവരെ സർജറി ഉണ്ടായിരുന്നു. ഒക്കെ നോക്കി ഇവിടെ ചവിട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ കടുവനെ സ്വീകരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇപ്പം നമ്മളതിൻ്റെ നഷ്ടപരിഹാരത്തിന് പരിഹാരത്തിന് കൊടുത്തിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. ശരിക്കും കൂട് എവിടെയാണ് വെച്ചിരുന്നത്? കൂട് വെച്ചിരുന്നത്
ഇപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ വീഡിയോയിൽ ചെയ്ത മാതിരി ഇപ്പം അന്ന് ഈ വഴിക്കാ ഈ വഴിക്കാണ്. ഇനി ഞാൻ ബാക്കി ഞാൻ ആ കൂടിയിരുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. ഓക്കെ. നമുക്ക് ഇന്നലെ വരാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ഇന്നാണ്, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഇന്നലെ ആൾക്കാർ ഇത്രയും നടന്നിട്ട് അലക്കില്ലോ, ഇത്രയും പുല്ലൊക്കെ ഇതായില്ലേ? ഒരു 10,000 ആളെങ്കിലും കടുവ കാണാനുണ്ടായിരുന്നല്ലേ? ബ്ലോക്കായി പോയില്ല മൊത്തം. ഇതിലങ്ങോട്ട് നടന്നു പോകാൻ കഴിയില്ല. അതായത് ഒരു 10 ആൾ അങ്ങോട്ട് പോകുമ്പോ ഒരു 10 ആൾ ഒരുമിച്ച് ഇങ്ങോട്ട് 4 കിലോമീറ്റർ ബ്ലോക്കായിരുന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? കുട്ടികളും ഒക്കെ പാടായിട്ട് പിന്നെ ഫാമിലി ആയിട്ടല്ലേ ഓരോരുത്തർ വരുന്നത്. അതെ. എന്തായാലും കൂട് വെച്ച ആ ഒരു പ്രദേശത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെയാണ് അവിടെ കൂട് വെച്ചിരുന്നത്. അതുണ്ടോ, ഇവിടെയാണ് കൂട് വെച്ചിരുന്നത്. ക്യാമറ ഇപ്പോഴും ഉണ്ടല്ലേ? ക്യാമറ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടല്ലേ? ക്യാമറ അവിടെ ഉണ്ടല്ലോ, ക്യാമറ അവിടെ ഉണ്ട്. ഇവിടെയാണ് കൂടിരുന്നത്. ഈ ഒരു പ്രദേശത്താണ്. ആ ഒരു തൊഴിലാളി ഓടി വരുന്നത് അവിടെ നിന്നാണ് തോന്നുന്നു അല്ലേ? ആ വീഡിയോ തൊഴിലാളി കയറി വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ആ കൂട് സ്ഥാപിച്ചിരുന്നത് കേട്ടോ, ഈ ഒരു പ്രദേശത്ത്. ആരാ ആദ്യം രാവിലെ ഇത് കണ്ടത്? രാവിലെ ഇവിടെ എസ്റ്റേറ്റിൽ ബംഗാളികളുണ്ട്. പിന്നെ ജോലിക്കാരെ അങ്ങോട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് വിടാനൊക്കെ 1-2 സുൽത്താന എസ്റ്റേറ്റിലുള്ള സ്റ്റാഫുകളുണ്ട്. അവര് രാവിലെ വരുമ്പോഴാണ് ഇത് കണ്ടത്. അവരിത് അറിഞ്ഞോടുകൂടി പിന്നെ മറ്റുള്ള സ്റ്റാഫുകളോടെയും പിന്നെ നാട്ടുകാരെയൊക്കെ വിവരം അറിയിക്കുക ചെയ്തത്. ജോലിക്കാരാണ് ആദ്യം കണ്ടിട്ടുള്ളത്. ഇതാണ് ഇവിടെയായിരുന്നു കൂടിയിരുന്നത്. കൂടിയിരുന്ന സ്ഥലത്താണ് ഇവിടെ വെച്ചിട്ടാണ് കടുവ കൂട്ടിലകപ്പെട്ടത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ നിൽക്കുമ്പോഴും, പക്ഷെ എന്തായാലും നമ്മളിവിടെ നിൽക്കുമ്പോഴും നമ്മളൊരു പേടിച്ച് തന്നെ നിൽക്കണം. എന്താ വെച്ചാൽ ഇതിന്റെ എണ്ണതൊണ ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. ഇതിന്റെ കൂട്ടത്തിലുള്ള ചിലപ്പോ ബാക്കിയുള്ളവർ ചിലപ്പോൾ ഈ പരിസരത്ത് ചിലപ്പോൾ ഇതിനെ അന്വേഷിച്ച് വന്നൂടായില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അപ്പൊ നമ്മളെന്താ പറയുക, ഭീതിയോടുകൂടി ഒരു നല്ല ശ്രദ്ധയോടുകൂടി വേണം നമ്മളിവിടെ നിൽക്കാനും. നമ്മളിവിടെ നിന്നപ്പോഴാണേലും ചുറ്റുപാടൊക്കെ കുറേ ഒന്ന് നോക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക എന്നുള്ളതല്ലേ? അതെ. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. വേറെ ആരും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അല്ല, രക്ഷിക്കാൻ കഴിയില്ല. വേറെ കാട്ടുപന്നിയോ ആനയാണെങ്കിലോ നമുക്ക് പല രീതിയിലും രക്ഷപ്പെടാം. കടുവ ആയതുകൊണ്ട് നേരെ മറിച്ച് വേറെ ഏതൊരു മൃഗം വരികയാണെങ്കിലോ കടുവ പുലിയൊക്കെ എന്താ വെച്ചാൽ മരത്തിലും കയറാൻ നമുക്ക് സംവിധാനം ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഇതിന്റെ മുന്നിൽ അതും ചെയ്തിട്ട് കാര്യമില്ല. സത്യം. കഴിഞ്ഞ 2 മാസത്തെ വനംവകുപ്പിൻ്റെ ഒരു പ്രയത്നമാണ് ഇവിടെ അവസാനിച്ചത്. മാത്രമല്ല ഈ 2 മാസത്തെ ഈ നാട്ടിലുള്ള സാധാരണപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു മനസ്സമാധാനത്തിൻ്റെ വിലയും കൂടെയാണ് ആ ഒരു കടുവ കൂട്ടിൽ ചാടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും കുറച്ചൊക്കെ ആശ്വാസം അവർക്കിപ്പോൾ ആയിരിക്കുകയാണ്. പക്ഷേ പൂർണ്ണമായിട്ട് ആശ്വാസമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് വ്യക്തമാക്കിയത്. കാരണം മറ്റ് കടുവകളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ടാപ്പിങ്ങിന് പോകുന്ന പല ആളുകൾ പല വണ്ണത്തിലുള്ള കാൽപ്പാടുകൾ പല സ്ഥലത്തുനിന്ന് കാണുന്നു, അല്ലെങ്കിൽ നേരിട്ട് അമ്മയും കുഞ്ഞുങ്ങളും പോലെയുള്ള കടുവ കൂട്ടങ്ങളെ കണ്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഒക്കെ നമ്മൾ കേട്ടത്. അപ്പോൾ അവർ പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് മുന്നേയും കടുവയുണ്ടെന്ന് പറഞ്ഞപ്പോഴും പല പ്രാവശ്യം ആളുകളൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് ജനങ്ങൾ മുഖവരക്കെടുക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. കടുവകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും വരുന്ന ആളുകളിൽ നമുക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഏതായാലും ചെറിയൊരു ആശ്വാസം ഈ ജനങ്ങൾക്ക് വന്നിരിക്കുകയാണ്. വരുന്ന ആളുകളിൽ ഇനിയൊരു ജീവൻ പോലും പോകാത്ത രീതിയിൽ ഈ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പ് വരുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കരുവാരക്കുണ്ടിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തെ ഒരു എപ്പിസോഡാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.